എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പരിശോധിച്ച് കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ പറയും. കോൺഗ്രസിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. ഞാൻ അത് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. മിനിഞ്ഞാന്ന് പിന്നെ ഇവിടെ ഒരു കുഴൽപ്പണം പിടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം. ആ വാർത്ത എങ്ങനെയാണ് 24 മാതൃഭൂമി കൊടുത്തത്? എങ്ങനെയാണ്, എന്താ കൊടുത്തത് നിങ്ങൾ കണ്ടോ? എൻ്റെ പേരിലെ അച്ചടിച്ച് വന്നത്. അനിൽ അക്കരയുടെ ആരോപണം ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കുമോ? അനിൽ അക്കരയോട് എന്താ തെളിവുള്ളത് ചോദിച്ചോ? അല്ല, അനിൽ അക്കരയോട് ചോദിച്ചോ? അനിൽ അക്കരയുടെ ആരോപണം അയാൾ പറയും. അനിൽ അക്കരയുടെ ആരോപണം അയാൾ പറയുമ്പോൾ നിങ്ങൾ കൊടുത്തു. പിന്നെ നിങ്ങൾ അടിച്ചു കൊടുത്തില്ലേ? പി ജയരാജനാണ് എന്താ അയാൾ പേര് സാജെന്നോ അയാളെ അയച്ചത്? എത്ര തെറ്റായ വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്? ഞാൻ ചോദിക്കുന്നത് എത്ര തെറ്റായ വാർത്തയാണ് കൊടുത്തത്? എങ്ങനെ കൊടുക്കുക? ജയരാജൻ ഇപ്പോൾ പറയുന്നു അങ്ങനെ ആരോപണം ഉന്നയിച്ചു അനിലക്കരയ്ക്കെതിരെ മഹാരാഷ്ട്ര കേസ് കൊടുക്കുക. എം ആർ മുരളിയുടെ പണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എം ആർ മുരളിക്ക് ഇത് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് എനിക്കതിൽ ഒന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കലാണ് പത്രധർമ്മം എന്നാണ് നിങ്ങൾ ധരിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾ ധരിച്ചതെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ച് നിങ്ങൾ കൊടുക്കുമോ? ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊരു നിലവാരം വേണം. ഇത് കോൺഗ്രസ് അല്ലേ അയാൾ? അപ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ചത്? അവർ കള്ളപ്പണവുമായി നടക്കുകയാണ്. ഞാൻ പറയട്ടെ അവർ കള്ളപ്പണവുമായി നടക്കുകയാണ് വോട്ട് പിടിക്കാൻ, വോട്ട് വാങ്ങാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീലും ഒപ്പും വെച്ചുകൊണ്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് എത്രമാത്രം കള്ളവോട്ടാണ് ചേർത്തിരിക്കുന്നത്. നേരത്തെ തന്നെ കള്ളവോട്ട് മറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ വോട്ടിൽ തിരഞ്ഞെടുപ്പില്ലല്ലോ. അവിടെ നിന്ന് കോൺഗ്രസ് ഐക്കാർ നൂറുകണക്കിന് ആളുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ഇവിടെ ചേർത്തു. അങ്ങനെ കള്ളവോട്ട് ചേർത്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഒരു കള്ളവോട്ടുകാരന് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ ഈ മണ്ഡലത്തിൽ ഇല്ലാത്ത കുറേ ആൾ മറ്റ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഐക്കാർ ഇവിടെ കൊണ്ടുവരിക, കള്ളവോട്ട് ചേർക്കുക, കള്ളപ്പണം ഒഴുക്കുക, ആ പണവും ബാഗും കൊണ്ട് നടക്കുക, സ്ഥാനാർത്ഥി തന്നെ പണം വിതരണത്തിന് നടക്കുക. എന്താണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കല്ലേ ഇത്? നിയമ നടപടി സ്വീകരിച്ചോളൂ. നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും. ഇത് ഞാൻ സമ്മതിക്കാറൊന്നുമില്ല. നിഷേധിച്ചത് തന്നെ. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ വരുത്തരുത്. ഞാൻ ഏത് കാര്യം അങ്ങനെ നിഷേധിച്ചത് പറഞ്ഞു? വൈദേഹെന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് പറ? എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരനും അതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഞാനിത് കേട്ടെ. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ സമീപിക്കുന്നത്. ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. തെറ്റുകൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കും. DC-യുമായിട്ട് ഒരു കരാറുമില്ലെന്ന് മാത്രമല്ല, ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. കൊടുത്തു. അല്ല, ഇന്നലെ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. കൊടുക്കുമ്പോൾ തന്നെ നടപടിയിലേക്ക് വരാൻ കഴിയുമോ? ഒരു നടപടി ക്രമമില്ലേ? അത് അവരോട് ചോദിക്കണം. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അത്തരം സാഹചര്യങ്ങളിലൊക്കെ പാർട്ടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആത്മകഥകളൊക്കെ പുറത്തിറക്കൽ. താങ്കൾ പാർട്ടിയിൽ നിന്ന് ഇക്കാര്യം അറിയിച്ചിരുന്നു? അല്ല, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അജ്ഞതയാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ആത്മകഥ എഴുതാൻ അയാൾക്ക് അധികാരമുണ്ട്. ആത്മകഥ അങ്ങനെ എഴുതുന്നത് ലഘുലേഖകളാകട്ടെ, പുസ്തകങ്ങളാകട്ടെ, ആത്മകഥയാകട്ടെ, അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാർട്ടി അനുവാദം വാങ്ങും.